ഹായ് ഫ്രണ്ട്സ്, PSC വേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട 25 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDCക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്താണ്? പിണ്ഡം. അടുത്ത ക്വസ്റ്റ്യൻ: ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് പോൾ ഡിറാക്ക്. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ എന്താണ്? പ്ലാസ്മ. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പോൾ ഡിറാക്കാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദൈവകണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ: പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് കോർക്ക്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മുറേ ജോൽമാൻ, ജോർജ് സിഗ്. ഒന്നും കൂടി നമുക്ക് നോക്കാം. ദൈവഗണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ലിയോൺ ലിഡർമാൻ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങളാണ് കോർക്ക്. ദ്രവ്യത്തിന്റെ കോർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് മുറേ ജോൽമാൻ, ജോർജ് സിഗ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ എന്താണ്? ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് എന്താണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് മാസ്. എന്താണ് മാസ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? മാസിന്റെ അടിസ്ഥാന യൂണിറ്റാണ് കിലോഗ്രാം. ജാൻ ടെല്ലർ മെറ്റൽ ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥയാണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുമുള്ള ദൂരം അളക്കുന്ന യൂണിറ്റാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അറിയപ്പെടുന്നത് മാസ് എന്നാണ്. ഓക്കെ. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനെ ഉണ്ടാകുന്ന സ്ഥാനമാറ്റം എന്താണ്? ചാലനം എന്നാണ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനെ ഉണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചാലനം. അടുത്ത ക്വസ്റ്റ്യൻ: നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. എന്താണ് സ്റ്റാറ്റിക്സ്? നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചിട്ടുള്ള പഠനം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം പ്രകാശവർഷം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം ചാലനം എന്നറിയപ്പെടുന്നു. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം ഏത് ചലനമാണ്? ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖ ചലനം. അടുത്ത ക്വസ്റ്റ്യൻ: നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങളിൽ സഞ്ചരിച്ചാൽ അതിന് അറിയപ്പെടുന്നത് എന്താണ്? നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിന് അറിയപ്പെടുന്നത് സമചലനം എന്നാണ്. എന്താണ് സമചലനം? രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിന് അറിയപ്പെടുന്നതാണ് സമചലനം. ഉദാഹരണം: നെട്ടേറ്റു വീഴുന്ന മാമ്പഴം സമചലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ. എന്തായിരുന്നു നേർരേഖാ ചലനം? ഒരു വസ്തുവിന്റെ നേർരേഖയിലൂടെയുള്ള ചലനം നേർരേഖാ ചലനം എന്നറിയപ്പെടുന്നു. സമചലനം എന്നാൽ രേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു സമയത്തിന്റെ തുല്യ ഇടവേളകളിൽ തുല്യ ദൂരങ്ങൾ സഞ്ചരിച്ചാൽ അതിനെ അറിയപ്പെടുന്നത് സമചലനം എന്നാണ്. സമചലനത്തിന്റെ ഉദാഹരണം എന്തായിരുന്നു? നെട്ടേറ്റു വീഴുന്ന മാമ്പഴം. അടുത്ത ക്വസ്റ്റ്യൻ: സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനം അറിയപ്പെടുന്നത് എന്താണ്? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനം ഭ്രമണം.
ഉദാഹരണം കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം ഭ്രമണത്തിന്റെ ഉദാഹരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനം എന്താണ്? കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം പരിക്രമണത്തിന് ഉദാഹരണമാണ്. ഭ്രമണം എന്തായിരുന്നു? സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ്. ഉദാഹരണം കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. കറങ്ങുന്ന വസ്തുവിന്റെ അക്ഷം വസ്തുവിന്റെ പുറത്തു വരുന്ന ചലനമാണ് പരിക്രമണം. എന്തായിരുന്നു ഉദാഹരണം? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം അറിയപ്പെടുന്നത്? ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം വർത്തുള്ള ചലനം. ഉദാഹരണം ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിന്റെ ചലനമാണ് വർത്തുള്ള ചലനത്തിന് ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ, തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം എന്താണ്? ദോലനം. ദോലനം എന്നാണ് തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനത്തെ അറിയപ്പെടുന്നത്. ഊഞ്ഞാലിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. ഊഞ്ഞാലിന്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. എന്താണ് ദോലനം? തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ദോലനം എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്? കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട്. എന്തൊക്കെ നമ്മൾ പഠിച്ചു? വർത്തുള്ള ചലനം എന്താണ് പഠിച്ചു? എന്താണ്? ഒരു വസ്തുവിന്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനമാണ് വർത്തുള്ള ചലനം എന്ന് പറഞ്ഞു. അതിൻ്റെ ഉദാഹരണമാണ് ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം. എന്തിന് ഉദാഹരണമാണ്? വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ്. ദോലനം എന്തായിരുന്നു? തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ദോലനം എന്ന് പറഞ്ഞു. ദോലനത്തിൻ്റെ ഉദാഹരണമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് നോട്ട് എന്നും പഠിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ്? വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി. അടുത്ത ക്വസ്റ്റ്യൻ, ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ജഡത്വ നിയമം ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? ഗലീലിയോ ഗലീലിയാണ്. സ്പീഡോമീറ്റർ എന്തിനുള്ളതാണ്? വാഹനത്തിന്റെ വേഗം അളക്കുന്ന ഉപകരണമാണ്. ത്വരണം എന്ന ആശയം മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഗലീലിയോ ഗലീലി. അതുപോലെ തന്നെ ജഡത്വ നിയമം ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? ഗലീലിയോ ഗലീലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ബലമാണ് ആവേഗബലം. എന്താണ് ആവേഗബലം? വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ബലമാണ് ആവേഗബലം. അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈലുകൾ. എന്താണ് പ്രൊജക്ടൈലുകൾ? അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെ അറിയപ്പെടുന്നത് പ്രൊജക്ടൈലുകൾ എന്നാണ്. ഉദാഹരണം ഡിസ്ക് ത്രോ, ജാവലിൻ ത്രോ. ഡിസ്ക് ത്രോ, ജാവലിൻ ത്രോ എന്തിനുള്ള ഉദാഹരണമാണ്? പ്രൊജക്ടൈലുകൾക്കുള്ള ഉദാഹരണമാണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. വളരെ ചെറിയ ഇടവേളയിൽ പ്രവർത്തിക്കുന്ന വളരെ വലിയ ബലമാണ് ആവേഗബലം. അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളാണ് പ്രൊജക്ടൈലുകൾ. പ്രൊജക്ടൈലുകളുടെ ഉദാഹരണമാണ് ഡിസ്ക് ത്രോ, ജാവലിൻ ത്രോ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.